ഹായ് ഹലോ, കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്ത മൂവിയുടെ ട്രെയിലർ ഇറങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാന്ത. ആൻഡ് അതിൻ്റെ ടീസർ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ആ ഒരു ടീസറിന് തന്നെ ഈ സിനിമ പെട്ടെന്ന് റിലീസാവണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ആൻഡ് ലോകയുടെ ഒരു സക്സസ് ഒക്കെ കാരണമാണ് സിനിമയുടെ റിലീസ് അവർ പുഷ് ചെയ്തിട്ട് ഒക്ടോബറിൽ നിന്ന് നവംബറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു റിലീസ് ഓൺ 14th of this month. അപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാൻ ഹിംസെൽഫ് ആൻഡ് റാണ ദഗുപതി രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരു കൊളാബറേറ്റീവ് പരിപാടിയാണ് സിനിമ വരുന്നത്. ആൻഡ് ഡയറക്റ്റഡ് ബൈ സെൽവമണി സെൽവരാജ്. അപ്പോൾ സിനിമയുടെ ട്രെയിലർ കണ്ടു നോക്കാം, നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കായിരിക്കും നല്ലത് തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി ടു ദ ട്രെയിലർ. ஒரு கதை எப்போ சொல்லணும்னு அந்த கதை தான் நான் முடிவு பண்ணேன். மாடர்ன் ஸ்டுடியோஸ் வச்சு படம் எடுக்க ஒத்துக்கிட்டேன். ஒத்துக்க வச்சுட்டேன். நீ யாருன்றது அந்த உலகம் பார்க்க போகுது. இந்த நியூஸ் பேப்பர் அதுக்கு எடுத்து வந்து ஃபோன் கால் எவ்ரிதிங் சேஞ்ச். யாரு? உங்க சிசிக்குள்ள நடிப்பு சக்கரவர்த்தி டி.கே. மகாதேவ். நான் எடுக்கிற அந்த படத்தை நீங்க ஒரு ஒழுங்கு பாருங்க. இந்த சினிமா தரப்பான் பேர் புகழ் உனக்கு இருக்கு. இந்த படம் என் கிளைமேக்ஸோட நான் சொன்னபடி தான் ரிலீஸ் ஆகும். கட்டி வைத்த வேலையை காத்திருக்கட்டும் என்று உன்னோட பிரபாரம். எனக்கு ஒரு சந்தேகம், நீங்க எது அழகு என்று புரியவில்லை. அந்த நிலவா இல்லை உங்க முகம்? பேச மொழியே இப்போது மட்டும்தான் கண்ணீர் வந்தனை யோசித்தது. இது ஆனந்தத்தின் ஒன்று. ரொம்ப நல்லா நடிச்சீங்க. உங்க கவனத்தை செதற விடாம நான் ஆசைப்பட்ட மாதிரி இந்த படத்தில் நடிச்சு கொடுப்பேன். சத்தியம் பண்ணி கூட குரு சத்தியம் பண்ணி கூட புரியாது தான் போட்டு சொல்லிருக்கேன். நடக்கிறது எல்லாம் நாடகம். ஐயா, இது உங்க படம். நான் நீங்க சொல்றதுதான் கேட்பேன். ஆக்ஷன். இது வேற ஒரு சினிமா செட் இல்ல, என் போலீஸ் ஸ்டேஷன். மோகன் வந்தாவே ஏன் கை? நிஜமாக பெரிய நடிகரா? என்ன பெரிய நடிகர்? எனக்கு தெரியல. இந்த படம் இன்னைக்கு முடியணும்னா இவர் கிளம்பணும் இப்போ. அண்ணா யாரு? உன்னை அழிக்கிறதுக்கு 5 நிமிஷம் ஊதித்தல்ல. நான் ஒன்றும் இல்லை. மலை சில உண்மைகள் இருக்கிறதா இருக்குதுங்க. என் முகத்துக்கிட்ட ഇത് പരിപാടി കുറച്ച് ഉഷാറാവുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ DQയുടെ പെർഫോമൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചിരിക്കണ സീനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ മനസ്സിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിലേക്ക് വരുന്ന സമയത്തും ഇത് ഒരു സിനിമേൻ്റെ ഉള്ളിൽ സിനിമ എന്നുള്ള പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണുള്ളത്. ആൻഡ് അങ്ങനത്തെ കഥകൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വൈബും ഭയങ്കര രസമാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഈ ട്രെയിലറിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല എന്തായിരിക്കും കഥ എന്നുള്ളത്. ഒരു കാര്യം ക്ലിയർ ആണ്, സിനിമയുടെ ഉള്ളിലെ സിനിമ. ആൻഡ് കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാ തോന്നുന്നു. ആളുടെ മേഡറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എന്നുള്ള കുറെ റൂമേഴ്സ്. കാരണം അതൊരു റിയൽ സ്റ്റോറി ആയിരുന്നു. അന്നത്തെ തമിഴിലെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ, കറക്റ്റ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഐ മീൻ റൂമേഴ്സ്, വേറെ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ട്രെയിലർ കാണുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൽ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് ദുൽഖർ ആളൊരു സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ ആയി മാറിക്കഴിഞ്ഞിട്ട് ആളിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് മേ ബി അതായിരിക്കാം.
ആളിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് ഇപ്പം ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആള് ഭയങ്കരമായിട്ട് ഡയറക്ടർ സ്പേസിലേക്ക് ഇന്റർഫിയർ ചെയ്തിട്ട് ഞാൻ പറയണ പോലെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് റാണ വരുന്നുണ്ട്. ആ ഭാഗം വന്നിട്ട് അത് സിനിമയുടെ ഉള്ളിലാണോ അതോ റിയൽ ആയിട്ട് ആ ഒരു ടൈമിലെ ഒരു കഥയാണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. പക്ഷെ എനിക്ക് വേറെ സിനിമയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കളറിൽ തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന പോർഷൻസ് ആയിരിക്കും ചിലപ്പോൾ സിനിമയുടെ ഉള്ളിലെ സിനിമ എന്ന് പറയുന്നത്. അതിൽ രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കതാ മനസ്സിലായിട്ടില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ആ സിനിമ എടുത്തു കഴിഞ്ഞിട്ടുള്ളൊരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സീനും പിന്നെ പാസ്റ്റ് കാണിക്കുന്ന ഒരു സീനായിരിക്കാം. കാരണം ഇതിന്റെ ലാസ്റ്റ് വന്നൊരു ഷോട്ട് ഉണ്ട്, ദുൽഖർ ക്ലോസിലെ ക്യാമറ വെക്കാൻ പറഞ്ഞ അതിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പൊ ഈ ലാപ്പിൽ അല്ലെങ്കിൽ മാക്കിൽ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അതിങ്ങനെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് പൊളിക്കും എന്നുള്ളത്. അപ്പൊ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണേ. എസ്പെഷ്യലി ഫാൻസിന്റെ ഒക്കെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മളെ ആ ഒരു DQ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ സ്റ്റാർ ആണ്. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. ആളുടെ ഒരു എന്താ പറയുക സ്റ്റാർഡം ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പം ലാസ്റ്റ് പോർഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഹൗ പവർഫുൾ ഹീസ് ആ ഒരു ക്യാരക്ടർ ആ കാന്ത എന്ന് പറഞ്ഞ സിനിമയിൽ. ആൻഡ് ദുൽഖർ ആസ് യൂഷ്വൽ ഒരു എന്താ പറയുക പഴയകാല അഥവാ റെട്രോ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് എന്ത് ഗ്രേസ് ആണ് ദുൽഖറിനുള്ളത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദുൽഖർ അത് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ആൾക്ക് പറ്റിയിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള റോളാണെന്ന് എനിക്ക് തോന്നുന്നു. എഗെയിൻ ഒരു സ്റ്റാർ, ആ സ്റ്റാറുടെ എന്താ പറയുക ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇതിൽ മേർഡറൊക്കെ വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പം ഞാൻ നിൽക്കണം. എന്തായാലും വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഈ ട്രെയിലർ കണ്ടപ്പോൾ വേറൊരു കാര്യം എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇതിന്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു കാന്ത ഇതിപ്പോ ഇതൊരു ക്ലാസ് സിനിമയായിരിക്കും. ഐ മീൻ പ്രോപ്പർ മറ്റേ സ്ലോ പേസ്ഡുള്ള ഒരു അവാർഡ് പടം പോലെ ആയിരിക്കും എന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. കാരണം അതിന്റെ ഒരു സെറ്റിംഗ് അങ്ങനെയായിരുന്നു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ആദ്യം ഇറങ്ങിയിട്ടുള്ള ദുൽഖറിന്റെ ഫേസ് ഉള്ള ഒരു പോസ്റ്റർ. അപ്പൊ അതേപോലെ ആവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ടീസർ ഇറങ്ങിയപ്പോൾ അത് കുറച്ച് കുറഞ്ഞു, കുറച്ചെല്ലാം നന്നായിട്ട് കുറഞ്ഞു. ഇത് ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം എവിഡന്റ് ആണ്, ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് പടമായിരിക്കും. എന്നാൽ ആ 2-2.5 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പവർ പാക്ഡ് ആയിട്ടുള്ള പോണ ഒരു പടമായിരിക്കും. പവർ പാക്ഡ് ഇൻ ദ സെൻസ് പെർഫോമൻസ്. കാരണം ദുൽഖറിന്റെ ഭാഗം, ദുൽഖർ കൊട്ടാ എന്താ അഭിനയിച്ച നടി, അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തൊരു ബോസായിരുന്നു. സോ അവരുടെയൊക്കെ അഭിനയം ഇതിലേക്ക് കാണുന്ന സമയത്ത്, ട്രെയിലറിൽ കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തോന്നി. എസ്പെഷ്യലി ഒരു ഷോട്ട് ഉണ്ടായിരുന്നല്ലോ ആ ഡയറക്ടറിന് ഒരു പ്രോമിസ് കൊടുക്കണ രീതിയിൽ അതിൽ ദുൽഖറിനോട് അഭിനയിക്കണ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, പരിപാടി കൊള്ളാം. എന്തായാലും November 14th വെയിറ്റ് ചെയ്യാണ്. ഐ മീൻ ഞാൻ ഏറ്റവും കൂടുതൽ ദുൽഖറിന്റെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പടമാണ് കാന്ത. അത് കഴിഞ്ഞിട്ടായിരിക്കും വേറെ വരുന്ന സിനിമകൾ. ഡെഫിനറ്റ്ലി ആം ഗെയിം ഓൺ കാർഡ്സ്. അപ്പോൾ ആം ഗെയിം ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കാന്ത. കാരണം കാന്തയുടെ ട്രെയിലർ ടീസർ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ട്രെയിലറിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമയുടെ ഒരു റേഞ്ച് എന്താണെന്നുള്ളത്. ആൻഡ് DQ നല്ല വൃത്തിക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു പടമായിരിക്കും തോന്നുന്നു. ആൻഡ് ബാക്കി നമുക്ക് കണ്ട് അറിയാം. എന്തായാലും November 14th സിനിമ ഇറങ്ങണത്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ല അടിപൊളി മാസമാണ്. കാരണം DQയുടെ പടം ഇറങ്ങുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം 28th തന്നെയാണ് തോന്നുന്നു കളങ്കാവൽ മമ്മൂക്കയുടെ റിലീസ് ഉണ്ട്. എന്തായാലും ഒരു പാക്ഡ് മാസം ആവട്ടെ. പിന്നെ നമ്മുടെ എന്തായിരുന്നു അതിന്റെ പേര്, വിലായത്ത് ബുദ്ധ, പൃഥ്വിരാജിന്റെ ആ പടം ഈ ഒരു മാസം 17th 18th ഏതൊരു ദിവസമായിട്ട് 21 ആണോ എനിക്ക് ഉറപ്പില്ല റിലീസ് ഉണ്ട് തോന്നണം. സോ ഒരു അടിപൊളി മാസമാണ്. എന്തായാലും നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ സിനിമ കാണും, സിനിമ കണ്ടിട്ട് റിവ്യൂ എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ പങ്കുവെക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസിനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.